ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയില്ല, ഇപ്പോൾ ഈ ഒരു ടൈമിൽ നട്ടു വെച്ചാൽ വേനൽക്കാലം ആകുമ്പോഴത്തേനും അടിപൊളിയായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ആദ്യം വരുന്നത് സ്കാറ്റ്സ് ക്ലോ അഥവാ മഞ്ഞക്കൈപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയിൽ ഇല കാണാത്ത രീതിയിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. നമുക്ക് വീട്ടുമുറ്റത്തൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റാണിത്. നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് 60 രൂപയാണ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണിത്. അടുത്ത് വരുന്ന ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ രണ്ട് വെറൈറ്റിയാണ്. ഒന്ന് വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നതും രണ്ടാമത്തത് യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റുമാണ്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്ലാന്റിനും 60 രൂപയാണ് വരുന്നത്. അടുത്ത് വരുന്ന ഊട്ടി ഡേസി അഥവാ മെക്സിക്കൻ ഫ്ലെയിം എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഓറഞ്ച് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. ഇതിൻ്റെ ഒരു പ്ലാന്റിനും 60 രൂപയാണ് വരുന്നത്. അടുത്തതും വരുന്നത് ഇല കാണാത്ത രീതിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ് ട്രംപറ്റ് വൈൻ. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ട്രംപറ്റ് വൈൻ. നമ്മുടെ വേലിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് കൂടിയാണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് 55 രൂപയാണ്. അടുത്ത് വരുന്ന ഒരു ബ്ലൂ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ബ്ലൂ ഡേയ്സ്. ഇത് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത്. ഇതിലും നല്ലോണം ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിനും 60 രൂപയാണ് വരുന്നത്. അടുത്ത വരുന്നത് നമുക്ക് മരുന്നിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നീലക്കൊടുവേലി. ഇത് ഇപ്പോൾ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മഴക്കാലത്ത് നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽക്കാലം ആകുമ്പോഴത്തേനും നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ്. അത്യാവശ്യം നല്ലോണം സൺലൈറ്റ് താങ്ങുന്ന ഒരു പ്ലാന്റും കൂടിയാണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 60 രൂപയാണ് വരുന്നത്. അടുത്ത് വരുന്നത് കുറച്ച് സ്മെല്ലുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പെട്രിയ. ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ബ്ലൂ കളറും രണ്ട് വൈറ്റ് കളറുമാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 70 രൂപയാണ് വരുന്നത്. അടുത്ത് വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് പിങ്ക് പെട്രിയ അഥവാ കോഞ്ചി എന്നറിയപ്പെടുന്ന പ്ലാന്റ്. നല്ല ഭംഗിയിൽ നല്ല പിങ്ക് കളറിലാണ് ഫ്ലവർ ഉണ്ടാകുക. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 70 രൂപയാണ് വരുന്നത്. അടുത്ത് വരുന്നത് ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ രണ്ട് വെറൈറ്റിയാണ്. ഒന്ന് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നതും രണ്ടാമത്തത് വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നതുമാണ്. ഇതും പെട്ടെന്ന് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 50 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 70 രൂപയാണ് വരുന്നത്. അടുത്ത വരുന്നത് തമ്പോർച്ചിയ അഥവാ ലേഡി ഷൂ എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പ്ലെയിൻ റെഡിലും അതുപോലെ തന്നെ യെല്ലോയും റെഡും മിക്സ് ആയിട്ടുള്ള ഒരു കളറുമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 55 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് ക്ലിയോഡെൻഡ്രോൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. വൈറ്റ് കളറിൽ ഹാങ്ങിങ് പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 70 രൂപയാണ് വരുന്നത്. അടുത്തതും ഇതുപോലെ തന്നെ ഹാങ്ങിങ് പോലെയുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ കസ്കഡ്. നല്ല ഭംഗിയിൽ നമുക്ക് ടെറസിൻ്റെ മുകളിലും അതുപോലെ തന്നെ വേലിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 70 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഗാർലിക് വൈന്. ഇതിൻ്റെ ഇലകൾക്ക് വെളുത്തുള്ളിയുടെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 60 രൂപയാണ് വരുന്നത്. അടുത്തതും വരുന്നത് നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റാണ് റെങ്കോൺ ക്രീപ്പർ അഥവാ മധുമാലതി എന്നറിയപ്പെടുന്ന പ്ലാന്റ്. രണ്ട് കളറിലാണ് ഫ്ലവർ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 90 രൂപയാണ് വരുന്നത്. അടുത്ത് വരുന്നത് മണിമുല്ല പ്ലാന്റ് ആണ്. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മണിമുല്ല. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 60 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ പൂക്കളായിട്ട് സാമ്യമുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പാഷൻ ഫ്ലോറ. ഇതിന് രണ്ട് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. റെഡ് കളറും അതുപോലെ തന്നെ ബ്ലൂ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നതും. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 50 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് നല്ല തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ലെമൺ വൈന്. ഇതിന് ലെമണിൻ്റെ സ്മെല്ലായിരിക്കും ഉണ്ടാവുക. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 60 രൂപയാണ് വരുന്നത്. വീഡിയോയിൽ ഞാൻ പ്ലാന്റിൻ്റെയൊക്കെ സൈസ് കാണിക്കുന്നുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് കോംബോ പ്ലാന്റ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം വരുന്നത് അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റിൻ്റെ കോംബോ ആണ്. ഒരു 8 കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 8 പ്ലാന്റിനും കൂടി 460 രൂപയാണ് വരുന്നത്. അടുത്തത് വരുന്ന ബോൾസം പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ്. 12 വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 12 പ്ലാന്റിനും കൂടി 320 രൂപയാണ് വരുന്നത്.
അടുത്തായിട്ട് വരുന്നത് നമുക്ക് അധികം കെയറൊന്നും കൊടുക്കാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ക്രിസ്മസ് കാറ്റസ്. ഇതിൻ്റെ ഒരു 6 വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 6 പ്ലാന്റിനും കൂടി 200 രൂപയാണ് വരുന്നത്. അടുത്ത വരുന്ന അസേലിയ പ്ലാന്റിൻ്റെ ഒരു 3 പ്ലാന്റിൻ്റെ കോംബോ ആണ്. നല്ല ഭംഗിയിൽ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അസേലിയ. 3 പ്ലാന്റിനും കൂടി 350 രൂപയാണ് വരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.